ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു യാത്ര പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യാത്ര എന്ന് പറഞ്ഞാൽ വലിയ യാത്രയൊന്നുമില്ല. നമ്മൾ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് പോയാണ്. കുറേ ആയി ബീച്ചിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടിയപ്പോൾ ബീച്ചിൽ പോകാമെന്ന് കരുതി. വൈകിട്ടൊരു 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയത്. ഓട്ടോയിലാണ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ മോന് കുറേ ആയി പറയണം കടൽ കാണാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒച്ചപ്പാട്. എന്നാൽ പിന്നെ പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ അഴീക്കോട് ബീച്ചിലേക്ക് പോകാൻ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നേരെ ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തി ഗൈസ്. കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാസിൻ്റെ അവിടെ എത്തി. കൊടുങ്ങല്ലൂരൊക്കെ കണ്ടിട്ട് കുറച്ചയക്കണം. ഞങ്ങളൊരു 5-6 മാസമായിട്ട് നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ വന്നിട്ടൊക്കെ കുറച്ച് നാളായി. ഇപ്പോൾ നേരെ ബൈപ്പാസ് എത്തി. ബൈപ്പാസിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ട് അവിടെ. പക്ഷേ റോഡൊക്കെ നല്ല അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഴീക്കോട് ബീച്ചിലെത്തി. കുറച്ച് നാളെത്തിയിട്ട് ബീച്ചിൽ വരുന്നതുകൊണ്ട് വല്ലാത്ത എന്തൊക്കെയോ ഒരു ഫീല്. കുറേ ആയി ബീച്ച് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അകത്തേക്ക് പോയി. അങ്ങനെ അകത്തേക്ക് പോയപ്പോൾ എൻ്റെ മോൻ അവിടെ കുറച്ച് എന്തൊക്കെയോ വണ്ടികൾ ഇങ്ങനെ ആൾക്കാർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവനത് ഓടിക്കണമെന്നും പറഞ്ഞ് വച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ കൊണ്ട് പറ്റൂല അത് ഓടിക്കാൻ, അത് വലിയവർ ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പാർക്കിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല വെയിലിൻ്റെ സമയം. അപ്പോൾ പിന്നെ ബീച്ചിലേക്ക് പോകണേലും ഭേദം പാർക്കിൽ കയറാമെന്ന് കരുതി ഞങ്ങൾ 2 കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് പാർക്കിൽ കയറി. അപ്പോൾ പാർക്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരു കുട്ടിക്ക് 10 രൂപയാണ് ടിക്കറ്റിന്. ഞങ്ങൾ 3 കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്ത്. എൻ്റെ ഇത്താത്താൻ്റെ കുട്ടിയും അനിയത്തീൻ്റെ കുട്ടിയും എൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കുട്ടികൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. അങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കാൻ വിട്ടു. അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാത്തിലും കയറി. അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു എൻ്റെ മോന് ഒരു ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസാണെന്ന് തോന്നുന്നു. അതവന് കൊണ്ട് കൊടുത്തു. അവനതൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ അവർ കളിച്ച് ഇങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ നോക്കുമ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ അവരവിടെ കളിക്കട്ടെ, ഞങ്ങളവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് അവരിങ്ങനെ എല്ലാത്തിലും കയറി കളിക്കാൻ തുടങ്ങി. അവർ കുറേ സമയം എല്ലാത്തിലും കയറി കളിച്ച് അതിൻ്റെ ഇടയിൽ ഓടി വീഴുന്നുണ്ട്. വീണോടത്തുനിന്ന് വീണ്ടും എന്നിട്ട് ഓടും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടി നടക്കുന്നുണ്ട്. ഇവൾ കയറണതിലൊക്കെ അവനും കയറണം. അങ്ങനെ അവളെ തട്ടിടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ എടുത്ത് അവളെ ഇറക്കിയിട്ട് അവൻ കയറി അതിൽ കുറച്ച് നേരം കളിച്ച്. അവൾ കയറണതിലൊക്കെ അവനക്ക് കയറണം. എന്നാൽ ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും. അങ്ങനെ അവനതിൽ കയറിയിരിക്കുകയാണ്. അവളെ ഇറക്കിയതിൻ്റെ സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവരവിടെ കളിച്ച്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വാങ്ങിച്ച കപ്പലണ്ടിയൊക്കെ എടുത്ത് കഴിച്ച്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ ഇറങ്ങി. വെയിലൊക്കെ കുറഞ്ഞ് നല്ല ഒരു സമയമായി. ഒരു 5:15 കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടന്നു. മാഷാ ബീച്ചൊക്കെ നന്നായിട്ട് ഉഷാറാക്കിയേക്കണം. ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം കുറേ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ബോട്ട് പോകണ കണ്ടിട്ട് കുട്ടികൾ ബോട്ട് കാണണമെന്നും പറഞ്ഞ് ബോട്ടിൻ്റെ പുറകെ ഓടി. അവരുടെ പുറകെ ഞങ്ങൾ ഓടി. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ബോട്ട് പോയി. എന്നാൽ പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ നിൽക്കാമെന്ന് കരുതി അങ്ങനെ നിന്ന് ചീനവലയൊക്കെ കണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ അതിൻ്റെ ഇടയിൽ. അങ്ങനെ അവർ ഫസ്റ്റ് ടൈം കാണുന്നതാണ് ഈ സാധനം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നേരെ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. നല്ലൊരു സമയമായിരുന്നു. അങ്ങനെ ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി ഇവിടെ ഇറങ്ങാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കടലിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കടലിൽ ഇറക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മാഷാ അല്ലാഹ് എന്ത് ഭംഗിയാണെന്നറിയും ഈ സമയത്ത്. സൂര്യനിങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സമയം. അവനതിൽ ഇറങ്ങണം എന്നും പറഞ്ഞ് കുറേ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ഇറക്കാമെന്ന് കരുതി ഞങ്ങളൊന്ന് വല്ലാണ്ട് ഇറക്കിയില്ല. കുറച്ചൊന്ന് കാലൊക്കെ ഒന്ന് നനച്ച് കുറച്ച് നേരം കളിച്ച്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നേരെ ചായക്കട അന്വേഷിച്ച് പോയി. അവിടെ ഇപ്പോൾ കുറേ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ. ചായക്കടകൾ കുറേ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കടയിൽ കയറി മുട്ട ബജിയും ചമ്മന്തിയും ചായയും വാങ്ങി കഴിച്ച്. അങ്ങനെ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കോളിഫ്ലവറിൻ്റെ ബജിയുണ്ട്. ബജി എന്താണെന്നറിയില്ല ഇനി പറയാം. കോളിഫ്ലവർ ഫ്രൈ ആക്കിയത് അതും വാങ്ങിച്ചു ഒരു പ്ലേറ്റ്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക വണ്ടിയുടെ അടുത്തേക്ക്. എൻ്റെ കുട്ടി ആകെ ചെളിയിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.